ദേശീയപാത 66 നിർമ്മാണത്തിലെ അപാകത പുനയൂർ പഞ്ചായത്തിലെ പലയിടങ്ങളിലും സർവീസ് റോഡ് ഉയർത്തിയത് മൂലം വീടുകൾ ഒറ്റപ്പെടുന്നു. ആംബുലൻസ് പോലും എത്താൻ കഴിയാതെ ജനങ്ങൾ ദുരിതത്തിലാണ്. ദേശീയപാത 66ന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പുന്നയൂർ ഗ്രാമപഞ്ചായത്തിലെ 22ാം വാർഡിൽ ജനജീവിതം ദുസ്സഹമാവുകയാണ്. ഹൈവേയുടെ പടിഞ്ഞാറു ഭാഗത്ത് നിർമ്മാണം നടത്തുന്ന ശിവാലയ എന്ന കരാർ കമ്പനിയുടെ അശാസ്ത്രീയമായ പ്രവർത്തനങ്ങളാണ് പ്രദേശവാസികളെ വലയ്ക്കുന്നത്. സർവീസ് റോഡിന്റെ നിർമ്മാണം തുടങ്ങിയതോടെ സമീപത്തെ 6ഓളം വീടുകളും ഉള്ളിലെ 15ഓളം വീടുകളും പൂർണ്ണമായും ഗതാഗത തടസ്സത്തിലാണ്. വീടുകളുടെ മുൻവശത്ത് മതിൽ കെട്ടിയതുപോലെ റോഡ് ഉയർത്തി നിർമ്മിച്ചതോടെ സ്വാഭാവികമായ വഴികൾ അടഞ്ഞുപോയി. അസുഖബാധിതയായ ആലത്തയിൽ ഹുസൈന്റെ മാതാവ് ആയുസുമ്മയെ ചികിത്സയ്ക്കായി ആംബുലൻസിൽ കൊണ്ടുപോകാൻ പോലും കഴിയാത്ത അവസ്ഥയാണുള്ളത്. ആലത്തയിൽ മിഥുന, ആലുക്കുട്ടി, പെരുമ്പരത്ത് എന്നിവരുടെ വീടിനടിയിലൂടെ പടിഞ്ഞാറു ഭാഗത്തെ 10ഓളം വീടുകളിലേക്ക് പോകുന്ന ആലത്തയിൽ റോഡ് ഇപ്പോൾ പൂർണ്ണമായും തടസ്സപ്പെട്ടു. റോഡ് ഉയർത്തിയപ്പോൾ മഴവെള്ളം ഒഴുകിപ്പോകാനുള്ള പൈപ്പുകളോ സ്ഥാപിച്ചിട്ടില്ല. ഇത് വരാനിരിക്കുന്ന മഴക്കാലത്ത് വീടുകൾക്കുള്ളിൽ വെള്ളം കയറാൻ കാരണമാകുമെന്ന് നാട്ടുകാർ പറയുന്നു. പാലത്തിൽ നിന്നുള്ള വെള്ളം കൂടി ഈ കാനയിലേക്ക് എത്തുമ്പോൾ സ്ഥിതി കൂടുതൽ വഷളാകും. പ്രശ്നത്തിൽ വാർഡ് മെമ്പർ അബ്ദുൽ സലീം കുന്നമ്പത്ത് പഞ്ചായത്ത് ഭരണസമിതിക്ക് പരാതി നൽകിയതിനെ തുടർന്ന് AE ഉണ്ണികൃഷ്ണൻ, ഓവർസിയർ പാർവതി എന്നിവർ സ്ഥലം സന്ദർശിച്ച സ്ഥിതിഗതികൾ വിലയിരുത്തി. ജനങ്ങളുടെ യാത്രാ സ്വാതന്ത്ര്യം നിഷേധിക്കുകയും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാതെ നിർമ്മാണവുമായി മുന്നോട്ടു പോവുകയും ചെയ്യുന്ന കരാർ കമ്പനിയുടെ നിലപാടിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത്. അടിയന്തരമായി അധികൃതർ ഇടപെട്ട് പ്രശ്നപരിഹാരം ഉണ്ടാക്കിയില്ലെങ്കിൽ ശക്തമായ ജനകീയ സമരങ്ങളിലേക്ക് നീങ്ങുമെന്ന് നാട്ടുകാർ മുന്നറിയിപ്പ് നൽകി.